വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് യോഗം ചേർന്ന് തീരുമാനിക്കും. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. തിരുവാലി പഞ്ചായത്തിൽ പനി ബാധിച്ചവരെ കണ്ടെത്തുന്നതിനുള്ള സർവേക്ക് ഇന്ന് തുടക്കമാകും. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, അതീവ ജാഗ്രതയിലാണ്. ആരോഗ്യവകുപ്പിന്റെ വിവിധ നിയന്ത്രണങ്ങളുണ്ട്. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? രഞ്ജിത്ത്, തിരുവാലിയിലെ ഈ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ നിശ്ചയിച്ച വാർഡുകളിൽ പനി സർവേ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓരോ വീടുകളിലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ കയറി അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചുറപ്പാക്കി ഇത്തരത്തിലൊരു സംക്രമണം, രോഗവ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. അതാണിപ്പോൾ പ്രാഥമികമായിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഈ ഒരു രോഗബാധ അതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇയാൾ ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ആ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ഇയാൾ 5 ദിവസം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു 5 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ്, അദ്ദേഹവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളുടെ പട്ടിക, ഇതെല്ലാം തന്നെ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ രോഗബാധയുടെ ഉറവിടം കണ്ടെത്തുക എത്ര എളുപ്പമല്ല. കാരണം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് പാണ്ടിക്കാട് 10 വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചപ്പോൾ അതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ ആരോഗ്യവകുപ്പിന് വേഗം സാധിച്ചിരുന്നു. അത് നാട്ടിൽ തന്നെയായിരുന്നു, രമ്പാഴങ്ങ മരത്തിൽ നിന്നായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. മാത്രമല്ല ബാംഗ്ലൂരിലെ സാഹചര്യങ്ങൾ, അവിടെ അദ്ദേഹം യാത്ര ചെയ്ത ഇടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിനൊപ്പം പഠിച്ചവർ, അവരെയൊക്കെ തന്നെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യ ഡയറക്ടർ മലപ്പുറത്ത് നേരിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുക. ഇന്നിപ്പോൾ ഈ ഒരു 5 വാർഡുകളിൽ അവിടെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുൻപ് പാണ്ടിക്കാട് പറഞ്ഞിരുന്നത് പോലെ കടകൾക്ക് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ ഇത്തരത്തിലുള്ള സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലേ അറിയാൻ കഴിയുകയുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് യോഗങ്ങളൊന്നും ചേരുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത ഉള്ള ഉത്തരവ് ഉച്ചയോടെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും 2 മാസങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ചപ്പോൾ അതിനെ ഫലപ്രദമായി നേരിട്ട് രോഗബാധ കൂടുതൽ വ്യാപിക്കാതെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചതാണ്. അതേ മാതൃക തന്നെയാണ് ഇപ്പോൾ തിരുവാലിയിലും ആരോഗ്യവകുപ്പ് പിന്തുടരുന്നത്. എന്നാണെങ്കിലും ആശങ്ക വേണ്ട സാഹചര്യമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കരുതൽ ഈ ഒരു ഘട്ടത്തിൽ വേണം എന്ന സന്ദേശമാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.